ഡിവൈഎഫ്ഐ 16ാമത് സംസ്ഥാന സമ്മേളനം തൃശ്ശൂരിൽ ആരംഭിച്ചു. ആവേശകരമായ തുടക്കമായിരുന്നു. ഉദ്ഘാടനം നടൻ പ്രകാശ് രാജാണ് നിർവഹിച്ചത്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് അമൽനാഥ് ചേരുകയാണ്. അമൽ, സംസ്ഥാനത്തെ യുവതയുടെ പ്രതീകമായ, യുവതയുടെ ആവേശമായ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു. നടൻ പ്രകാശ് രാജാണ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത്യന്തം ആവേശം നിറഞ്ഞതായിരുന്നു. ദില്ലിയിലെ ജന്തർ മന്ദറിൽ നടന്ന സമരത്തെ അടക്കം പരാമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗം. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? തീർച്ചയായും അങ്ങനെ തന്നെയായിരുന്നു. 16ാമത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനം വലിയ ആവേശം തന്നെയായിരുന്നു. അത് ഇന്ന് ഒരു ദിവസം, അല്ലെങ്കിൽ ഈ ഒരു സമ്മേളനം നടക്കുന്ന ദിവസങ്ങളിൽ മാത്രമല്ല, കഴിഞ്ഞ ഒരു മാസത്തിന് മുകളിലായി സമാനമായ ഒരു സാഹചര്യം തന്നെയായിരുന്നു നമുക്ക് തൃശ്ശൂരിൽ നിന്നും കാണാൻ വേണ്ടി സാധിച്ചത് എന്നുള്ളതാണ്. അത്തരത്തിൽ വലിയ ആവേശത്തോടു കൂടി യുവജനതയും എല്ലാവരും ഈ ഒരു സമ്മേളനത്തെ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ വേണ്ടി സാധിച്ചത്. ഇന്ന് രാവിലെയോട് കൂടിയാണ് പതാക ഉയർത്തിയത്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വസീഫാണ് പതാക ഉയർത്തിയത്. തുടർന്ന് അങ്ങോട്ട് രക്തസാക്ഷികളുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുകയും പിന്നീട് പ്രതിനിധി സമ്മേളനം തുടങ്ങുകയുമായിരുന്നു. 615ഓളം പ്രതിനിധികളാണ് ഈ ഒരു സമ്മേളനത്തിന്റെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നും അതോടൊപ്പം തന്നെ ലക്ഷദ്വീപിൽ നിന്നുമാണ് ഇത്തരത്തിൽ 615 പ്രതിനിധികൾ ഈ ഒരു സമ്മേളനത്തിന്റെ ഭാഗമായി. തുടർന്ന് പ്രകാശ് രാജ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. അദ്ദേഹം കൃത്യമായ രീതിയിലുള്ള രാഷ്ട്രീയം മുന്നോട്ട് വെച്ചിട്ട് തന്നെയായിരുന്നു, കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ സംസാരിക്കുകയും ചെയ്തത്. അതായത് ജന്തർ മന്ദിറിൽ താൻ കണ്ടത് യുവത്വത്തിന്റെ ശക്തിയും ഒപ്പം തന്നെ മനോഹാരിതയുമായിരുന്നു എന്നായിരുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തത്. യുവത്വത്തിന്റെ കരുത്ത് രാജ്യം തിരിച്ചറിഞ്ഞ ആളുകളായിരുന്നു ആ ജന്തർ മന്ദിറിലെ ആ ഒരു വേദി എന്നായിരുന്നു പറഞ്ഞു. ഒപ്പം തന്നെ ഈ യുവതയെ ഓർത്ത് അഭിമാനമുണ്ട് എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ യുവാക്കൾ പാർലമെന്റിനെ പിടിച്ചു കുലുക്കിയ ഒരു സന്ദർഭം കൂടിയായിരുന്നു എന്നത്. പലപ്പോഴായി കേന്ദ്ര സർക്കാരിന്റെ ഭരണം ഇന്ത്യ മൊത്തം വെല്ലു മുറുകുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ എതിർത്തുകൊണ്ട് കേരളത്തിലെയും ഒപ്പം രാജ്യത്തെയും ഒക്കെ തന്നെ യുവത ഇത്തരത്തിൽ രാജ്യതലസ്ഥാനത്തേക്ക് വരികയും അവിടെ വലിയ രീതിയിലുള്ള സമയത്തിന്റെ ഭാഗമാകുന്ന ഒരു കാഴ്ചയായിരുന്നു. അതിനെ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു പ്രകാശ് രാജ് ഇത്തരത്തിൽ ഈ ഉദ്ഘാടന പ്രസംഗം നടത്തിയത്. തുടർന്ന് അങ്ങോട്ട് പ്രതിനിധി സമ്മേളനത്തിന്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോവുകയായിരുന്നു. അതായത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലേക്ക്, അതായത് റിപ്പോർട്ട് അവതരണത്തിലേക്ക് പോകുന്നു. പിന്നീട് ഉച്ചയ്ക്ക് ശേഷമാണ് ചർച്ചകളിലേക്ക്, അതായത് പൊതു ചർച്ചകളൊക്കെ തന്നെ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ചർച്ചകളിലേക്കൊക്കെ തന്നെയും കടന്നിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ കാര്യങ്ങളിലേക്ക് പ്രതിനിധി സമ്മേളനം പോവുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങൾ, അതായത് 2 ദിവസങ്ങൾ കൂടി ഈ ഒരു സമ്മേളനം പുരോഗമിക്കുകയും ചെയ്യും. നാളെ ഏകദേശം ഉച്ചവരെ ഈ പ്രതിനിധി സമ്മേളനം തുടരും. അതിനുശേഷം രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങളുടെ സംഗമം ഉണ്ടാകും. അത് CPM കുടുംബാംഗങ്ങളുടെ സംഗമം ഉണ്ടാകും. അത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നീട് ശനിയാഴ്ചയാണ് ഇതിൻ്റെ സമാപനം നടക്കുന്നത്. അന്ന് വലിയ രീതിയിലുള്ള മഹാറാലി തന്നെ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കും. ഈ മഹാറാലി ഒരു പൊതുയോഗമായി മാറുകയും ആ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയനാകും. ആ പൊതുയോഗത്തോടു കൂടിയാണ് ഡിവൈഎഫ്ഐയുടെ 16ാമത് സംസ്ഥാന സമ്മേളനം സമാപനം ആവുകയും ചെയ്യാൻ. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സമ്മേളനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐ എന്ന സംഘടന എല്ലായ്പ്പോഴും എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഒരു സംഘടനയാണ്. അത് കേരളത്തിലാണെങ്കിലും രാജ്യത്താണെങ്കിലും അത്തരത്തിൽ തന്നെയാണ്. അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ യുവജന സംവിധാനമാണ് ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജന്തർ മന്ദിറിലെ ആ ഒരു വിഷയം അത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴൊക്കെ തന്നെയും ഇടത്ത് വിദ്യാർത്ഥി യുവജന സംഘടനയാണ് വലിയ രീതിയിൽ മുദ്രാവാക്യങ്ങളും പ്രകടനങ്ങളും പ്രതിഷേധവും ഒക്കെയായി രംഗത്തുണ്ടായിരുന്നു. സമാനമായ എല്ലാ ഘട്ടങ്ങളിലും, അതിപ്പോൾ നമുക്ക് കേരളത്തിൽ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ രീതിയിലുള്ള മഹാമാരിയും ഒപ്പം തന്നെ പ്രളയവും ഒക്കെ തന്നെ കേരളത്തിലുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലും ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡിൻ്റെ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടത് തന്നെയായിരുന്നു. ഈ പ്രളയ സമയങ്ങളിലൊക്കെ തന്നെയും എല്ലായിടങ്ങളിലേക്കും എത്തുകയും അവിടെ ഒറ്റപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുവാനും ഒപ്പം തന്നെ അവർക്ക് ആവശ്യമായ മരുന്ന് നൽകുവാനും അത്തരത്തിൽ കൃത്യമായ പ്രവർത്തനം നടത്തിയത് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലായിരുന്നു. കൊറോണയുടെ സമയത്തും അതേ സാഹചര്യം തന്നെയായിരുന്നു. പലർക്കും പുറത്തിറങ്ങാൻ വേണ്ടി കഴിയാത്ത സാഹചര്യം, അവർ ക്വാറന്റൈനിൽ കഴിയുന്ന ആ ഒരു സാഹചര്യം, ആ ഒരു സമയത്തും അവർക്കാവശ്യമായ വെള്ളവും ഭക്ഷണവും ഒക്കെയായി ഒപ്പം തന്നെ മരുന്നും ഒക്കെയായി ഇത്തരത്തിൽ ഡിവൈഎഫ്ഐ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ കൊറോണ ബാധിച്ച് മരിച്ചവരുടെ ശവസംസ്കാരം നടത്താൻ പോലും കഴിയാത്ത വളരെ ദയനീയമായ ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോഴും അത് ഏറ്റെടുത്തുകൊണ്ട് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും
സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് അത് ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ ഡിവൈഎഫ്ഐ ആയിരുന്നു. അങ്ങനെ സമൂഹത്തിൻ്റെ എന്ത് വിഷയമുണ്ടെങ്കിലും അതിനെയൊക്കെ ധൈര്യസമേതം ഏറ്റെടുത്ത് അത് പൂർത്തിയാക്കുന്ന അല്ലെങ്കിൽ പ്രശ്നപരിഹാരം നടത്തുന്ന സംഘടന അത് ഡിവൈഎഫ്ഐ തന്നെയാണ്. ഈ ഡിവൈഎഫ്ഐനെ കുറിച്ച് മറ്റ് സംഘടനകളിൽ നിന്നുള്ളവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ പറഞ്ഞത് യൂത്ത് കോൺഗ്രസിന് നൽകിയ ഒരു മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിർദ്ദേശം എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐയെ കണ്ടു പഠിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു മാതൃ സംഘടന തന്നെയാണ് ഡിവൈഎഫ്ഐ എന്നതിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ എല്ലാവരിലേക്കും എത്തി ഈ സംഘടനയുടെ 16ാമത് സംസ്ഥാന സമ്മേളനമായതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ എല്ലാ കണ്ണുകളും ഈ സംസ്ഥാന സമ്മേളനത്തിലേക്ക് ആണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കും. ആരാകും ഈ ഒരു ഡിവൈഎഫ്ഐ ഇനി നയിക്കാൻ വേണ്ടി മുന്നോട്ട് വരിക, ആരായിരിക്കും ഇതിൻ്റെ ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെടുക എന്ന രീതിയിലുള്ള എല്ലാവരും നോക്കിക്കാണുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ നിലവിൽ ഇപ്പോൾ ഈ ഒരു സമ്മേളനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ പ്രതിനിധി സമ്മേളനമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി ഏകദേശം 9 മണിയോടുകൂടി പ്രതിനിധി സമ്മേളനം തുടരും. നാളെയും ഇത്തരത്തിൽ ഈ ഒരു പ്രതിനിധി സമ്മേളനം തുടരുന്ന സാഹചര്യമാകും. ഉച്ചയോടുകൂടിയാകും മറ്റ് പരിപാടികളിലേക്ക് കടക്കുക. അതേസമയം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ ഒരു തൃശ്ശൂരിനെ സംബന്ധിച്ച് ഇത് വലിയ രീതിയിലുള്ളൊരു ആഘോഷം തന്നെയായിരുന്നു എന്നുള്ളത്. അതായത് ഇന്നോ ഇന്നലെയോ ഒന്നുമല്ല ഇതിൻ്റെ ആവേശമുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു മാസത്തോളമായി ഇത്തരത്തിൽ സമ്മേളനത്തിൻ്റെ ഒരുക്കത്തിൽ തന്നെയായിരുന്നു തൃശ്ശൂർ നഗരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി വിവിധ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ വിവിധ കായിക പരിപാടികളായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. എല്ലാ സമ്മേളനങ്ങളും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് മേഖല ബ്ലോക്ക് അങ്ങനെ എല്ലാ സമ്മേളനങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും കായിക മത്സരങ്ങൾ നടത്തിക്കൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരെയും ഈ സമ്മേളനത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് ഒപ്പം തന്നെ രാഷ്ട്രീയ സംവാദങ്ങൾ നടത്തിക്കൊണ്ട് ചർച്ചകൾ നടത്തിക്കൊണ്ട് അങ്ങനെ തന്നെയാണ് ഡിവൈഎഫ്ഐ എപ്പോഴും സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും അല്ലെങ്കിൽ ഇത്തവണയും വിപുലമായ രീതിയിലുള്ള ഒരുക്കങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നിരവധി കായിക പരിപാടികൾ സംഘടിപ്പിച്ചു. ഒപ്പം തന്നെ ചിത്രപ്രദർശനം, കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ചിത്രപ്രദർശനം സംഘടിപ്പിച്ചു. അങ്ങനെ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ ഈ ഒരു സമ്മേളനം തൃശ്ശൂരിൽ ആവേശകരമായി പുരോഗമിക്കുകയാണ്. അമൽനാഥാണ് വിശദാംശങ്ങൾ നൽകിയത്.